guys, once again welcome back to my YouTube channel. Let's make a homemade shawarma. അടോണ വരുന്നോ? ഉണ്ടാക്കാം. കാണാൻ കുറച്ച് പെഴുക്കോറ്റയുടെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇത് സംഭവം അതല്ല കേട്ടോ. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട വേണ്ട, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഷവർമയുടെ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. ഒത്തിരി മസാല ആവരുത്, ലൈറ്റ് മസാല. സോ നമ്മളിവിടെ ആച്ചിയുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ, മിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ മെയിൻ ഷെഫ് മസാല സ്പെഷ്യലിസ്റ്റൊക്കെ അനന്തു ആണേ. നല്ല പുളിയുള്ള നാരങ്ങ അതങ്ങോട്ട് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. സത്യത്തിൽ വിനെഗർ വേണേൽ ആഡ് ചെയ്യാം, പക്ഷെ നാരങ്ങ ചേർക്കുന്നതിൻ്റെ ഗുമ്മൊന്നും അതൊന്നും വേറെയല്ലേ. ആ ടേസ്റ്റൊന്നും നമുക്ക് വിനെഗർ ചേർത്താൽ കിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. സത്യത്തിൽ മുതലാളിക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കണോ പിന്നെ ചേർക്കണോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ മെയിൻ ഷെഫായി ഞാൻ കൂടെ ഉള്ളത് കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങോട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മെയിൻ ഷെഫ് പറഞ്ഞത് കുറച്ച് ഓയിലിങ് എടുക്കാവോ, അങ്ങോട്ട് ഒഴിക്കുക എന്ന്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ അത് തീർന്നു പോയിട്ട് നമുക്ക് ഉപയോഗിക്കാനില്ലായിരുന്നേ. ഇനിയാണ് മസാല തിരുമൽ എന്ന് പറഞ്ഞ പരിപാടി. ഒന്നും നോക്കണ്ട, മനസ്സറിഞ്ഞങ്ങ് തിരുമിക്കോ. പക്ഷേ എന്തെങ്കിലും പൂർവ്വവൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ആ ചിക്കനോട് തീർക്കില്ല കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ പിടിക്കണേ. ഞാനൊക്കെ ഇതുപോലൊക്കെ ഇത് മാരിനേഷൻ ചെയ്തായിരുന്നെങ്കിൽ കൈയൊക്കെ പിന്നെ 2 കൈയും ഐസ് വെള്ളത്തിൽ കുറേ നേരം മുക്കി വെക്കേണ്ടി വന്നേനെ. സത്യത്തിൽ കിടു മസാലയായിരുന്നു കേട്ടോ. എനിക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനാണ് തോന്നിയത്. നല്ല പൊടിച്ച കുരുമുളക് ഇട്ട് മാരിനേഷൻ ചെയ്തങ്ങ് മാറ്റി വെക്കാം. ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് ഇതാണ്. ഇതല്ല ചുള്ളി, 5-6 ചുള്ളി കമ്പുകൾ എടുത്തിട്ട് വരാൻ 5-6 വേണം. നല്ല കർപ്പൂരത്തിന്റെ ഉണക്കല വെച്ചോട്ടെ. ദൈവമേ, ഇവൻ എന്തോ. എടാ നീ മാറടാ. ശരിയാ, മറ്റേ നാടോടികൾ വരുമ്പോ അല്ലേ റൊട്ടിയൊക്കെ ചുട്ട് തിന്നെ. ചില സമയത്ത് അവര് വരും. പോക്ക് പോകുമ്പോ ഉള്ള മെമ്മറി എന്താന്ന് പറയാ, നമ്മള് കുഞ്ഞിലെ, എടി നിനക്ക് ഓർമ്മയുണ്ടോടി, നമ്മള് ഇത് സ്മോക്ക് പോകും, നമ്മള് മറ്റേ തോർത്തൊക്കെ എടുത്തിട്ട് പ്രേതമാണെന്നും പറഞ്ഞിട്ടേ ഞങ്ങളിങ്ങനെ കുഞ്ഞിലെ ചെയ്തിട്ട് അമ്മ തൂത്ത് കോരി കൂട്ടി കത്തിക്കും. ആണോ? നിങ്ങൾ ആമ്പിള്ളേർ അത്ര. നമ്മള് സാരി ഒരു തോർത്തൊക്കെ എടുത്തിട്ട് ഇത് വരുമ്പോഴത്തേക്ക് പുക വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കയറി നിന്നിട്ട് പിന്നെ ഭയങ്കര തുണിയിലെല്ലാം ഭയങ്കര പുക. ഇതാണ് കേട്ടോ ഏറ്റവും ടഫായിട്ടുള്ള സംഭവം. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതായത് ഈ കനലാക്കി എടുക്കുക എന്നുള്ളത്. നമ്മൾ ചാർക്കോൾ വാങ്ങും, അതല്ലാതെ ജസ്റ്റ് ഒന്ന് കത്തിച്ചെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അതൊരു 10-15 മിനിറ്റ് എടുക്കും, പക്ഷെ എന്നാലും സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് നമുക്ക് ഫോയിൽ പേപ്പറൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. വാ.
അങ്ങനെ നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് നന്നായിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ഫോയിൽ പേപ്പറിൽ നന്നായിട്ട് പൊതിഞ്ഞ് കവർ ചെയ്തിട്ട് ഇനി നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് അങ്ങോട്ട് ഒന്നും നോക്കണ്ട, പൊള്ളിച്ച് നല്ല സെറ്റാക്കി എടുക്കാം. നിങ്ങൾക്ക് വലിയ പീസാണെങ്കിൽ സാധാരണ ഗ്രില്ല് ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയാവും. ചെറിയ പീസസ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും സമയമെടുക്കും. ആ സമയം വരെ വെറുതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും കുറച്ച് പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ കുറച്ച് ചില്ലായിട്ട് അവിടെ ഇരുന്നു. ഒരു 1/2 hour നമ്മൾ ഒരു സൈഡ് വെച്ചു, അപ്പുറത്തെ സൈഡും ഒരു 20-25 minutes ഒക്കെ വെച്ചുള്ളൂ. കാരണം പെട്ടെന്ന് ചെറിയ പീസായിട്ട് കുക്കായി വന്നു. അത് തന്നെയല്ല, നല്ല പുളിയുടെ ചാർക്കോളാണ്, പുളിയുടെ തടിയില്ലേ അതാണ്. അപ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അത് സംഭവം പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അപ്പോൾ അതെ, ഞാനും അഡോണിസും കൂടി ഇവിടെ ഇരുന്നിട്ട് മറ്റേ ഫാനൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. എന്തിനാ ഫാൻ ഇട്ടേന്നല്ലേ, സത്യത്തിൽ നമുക്കിങ്ങനെ ഫാൻ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഊതുകയും വീശുകേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് തനിയെ അങ്ങ് സെറ്റ് ആയിക്കോളും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കയ്യിൽ വിഷറിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീശി കൊടുത്താലും മതി കേട്ടോ. നമ്മളിവിടെ എക്സ്റ്റൻഷൻ കേബിളൊക്കെ വെച്ച് അങ്ങ് സെറ്റ്. അവളിവിടെ തകൃതിയായിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പീസ് ഇതേ നമ്മൾ എടുത്തിട്ടുണ്ട്. സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്ത് നിന്നപ്പോൾ ഇത്ര മണമില്ലായിരുന്നു. കുറച്ചൊക്കെ മാറി നിന്നപ്പം കാറ്റിനൊക്കെ എന്തൊരു സുഗന്ധം. കാരണം നമ്മൾ ഈ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിയുമ്പം അവിടുത്തെ നല്ലൊരു സ്മെല്ല് വരുമല്ലോ, നല്ല മസാലയുടെ ഒക്കെ ഒരു ഫ്ലേവർ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് വിശന്ന് കോടതിൽ കത്തിയിരിക്കുമ്പോൾ നല്ല ബിരിയാണിയുടെ ഒക്കെ മണം വരുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്തായാലും മസാല നല്ലതാണെങ്കിലേ നമ്മുടെ ആ ഒരു സംഭവം റെഡി ആവത്തുള്ളൂ. പിന്നെ നമ്മളങ്ങനെ പ്രോ ഒന്നും അല്ല ഷവർമ ഉണ്ടാക്കാൻ, ജസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പക്ഷേ അടിപൊളിയായിട്ട് വന്നു. ഞാനിവിടെ ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കി കേട്ടോ. നന്നായിട്ട് മുട്ടയും ഒക്കെ വെച്ചിട്ട് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മയണൈസും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അനന്ത് ഇവിടെ മനസ്സറിഞ്ഞങ്ങ് ഇടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ. ചിക്കൻ്റെ പീസസൊക്കെ നന്നായിട്ട് ഇങ്ങനെ തവിയൊക്കെ വെച്ചിട്ടും പിച്ചാത്തിൻ്റെ സൈഡൊക്കെ വെച്ചിട്ട്, അതായത് നൈഫിൻ്റെ സൈഡ് വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഇങ്ങനെ ചിക്കി എടുക്കുക എന്നൊക്കെ പറയില്ലേ. ഇപ്പം നമ്മൾ ചേർത്തത് റെഡ് ചില്ലിയുടെ സോസാണ്, അതങ്ങോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മയണൈസൊക്കെ ഒഴിച്ചിട്ട് പുള്ളിക്കാരൻ്റെ എന്തൊക്കെയോ മസാലകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഐറ്റമാണിത്. അത് നന്നായിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പുളിയും ഉപ്പും നല്ലൊരു സ്പൈസി ആയിരുന്നു. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് അതായത് ഞാൻ ഉണ്ടാക്കിയ മയണൈസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ക്യാബേജിൻ്റെ പീസസ് ഒക്കെ ഇട്ടിട്ട് വീണ്ടും മിക്സിങ് തുടങ്ങുകയാണ്. ഈ മിക്സിങ്ങിലാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ നമ്മുടെ ഗുരുവും ശിഷ്യനും എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അങ്ങ് പ്രൊഫഷണൽസാണ് കുക്കിങ്ങിൽ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. റൊമാലി റൊട്ടി മാത്രം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് മയണൈസ് തേക്കുവാണേ. മയണൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് റെഡ് ചില്ലിയുടെ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അഡോണിസ് അവിടെ ഇരുന്നിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് എപ്പോൾ കഴിവിടെ, തീർന്നോ, എപ്പോൾ തീരും? അവന് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് കൈയിട്ട് കുറേയൊക്കെ വാരി തിന്നു കേട്ടോ. അവന് വിശന്നിട്ട് കഴിച്ചു. കുറേ നേരമായിട്ട് ചെക്കൻ കാത്തിരിക്കുവാണല്ലോ. നമ്മളിവിടെ ഒരു 8-10 ഷവർമ ഉണ്ടാക്കി. ഈ 10 ഷവർമയും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതി ട്രൈ ചെയ്ത് കേട്ടോ. ഒരെണ്ണത്തിനകത്ത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വെച്ചിട്ട് ഒരെണ്ണത്തിൽ കുറച്ചും കൂടെ ജ്യൂസി ആയിട്ട് കുറച്ചുകൂടെ സോസൊക്കെ ആഡ് ചെയ്ത് സത്യത്തിൽ രണ്ടും അടിപൊളിയായിരുന്നു. രണ്ടിനും എന്താ പറയുക, ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ചിലർക്ക് ചില ടേസ്റ്റ് ഇഷ്ടപ്പെടും, ചിലർക്ക് കുറച്ചുകൂടെ തിക്കായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ജ്യൂസി ആയിട്ട് കുറച്ചും കൂടെ മയണൈസൊക്കെ വന്ന് നല്ല തിക്കായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് അങ്ങനെ കഴിക്കുന്നതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. നിങ്ങളുടെ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ.
റോൾ ചെയ്യുന്ന റോളൊക്കെ കണ്ടോ, എന്തൊരു പ്രോയാണ്. സത്യത്തിൽ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനാണ് ഈ ചപ്പാത്തിക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടത്തേ ഉള്ളായിരുന്നു. പക്ഷെ അനന്തൂര് നന്നായിട്ട് ചെയ്യാനറിയാം കേട്ടോ. ഷവർമ്മക്കട ഇട്ടിട്ടാണെങ്കിലും ഞങ്ങൾ ജീവിക്കും. അപ്പോൾ എന്തായാലും നൈസായിട്ട് ചെയ്യുന്നുണ്ടല്ലേ. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ റോൾ ചെയ്യാം കേട്ടോ. സംഭവം പക്ഷേ സെറ്റായിട്ട് വന്നു കേട്ടോ. ഞാനൊക്കെ റോൾ ചെയ്തായിരുന്നു അതിൻ്റെ താഴെ മേളിൽ നിന്നും താഴെ നിന്നെല്ലാം ഇങ്ങനെ ഫില്ലിംഗ് എല്ലാം ഇറങ്ങിപ്പോയേനെ. നീരാളി മത്സ്യം നമ്മുടെ വീട്ടിൽ 4 രീതിയിലുള്ള ഷെഫുമാരാണുള്ളത്. സ്ഥിരം കിച്ചണിൽ കയറി വല്ലതൊക്കെ വെച്ചുണ്ടാക്കാൻ അറിയാവുന്ന എന്നെപ്പോലുള്ള പ്രോ ആയിട്ടുള്ള ആൾക്കാരും, ഒരിക്കലും അടുക്കള കയറാതെ വല്ലവനും ഉണ്ടാക്കുന്ന മാത്രം കഴിക്കുന്ന എൻ്റെ സിസ്റ്ററിനെ പോലുള്ള പ്രോകളും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവൾ പറയും നീരാളിയെ പോലെ ഉണ്ടാക്കാൻ. എൻ്റെ ദൈവമേ എനിക്ക് വയ്യ. എന്തായാലും നല്ല സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് അഡോണിസിന് കൊടുത്തു കേട്ടോ. അവൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേ കഴിക്കാൻ തുടങ്ങുവാണേ. അഡോണിസ് ഇനി ജീവിതത്തിൽ ഷവർമ്മ വേണമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ചെക്കൻ കഴിച്ച് മടുത്തൊരു 3-4 എണ്ണമെങ്കിലും കഴിച്ച് കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ വെറുതെ പറഞ്ഞാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കൈപ്പുണ്യമുണ്ട്. അപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഐറ്റം. ഇത് ഞങ്ങൾ ഇത്രയൊന്നും റെഡി ആവുമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതല്ല. പക്ഷേ സംഭവം നല്ല കിണ്ണക്കാഴ്ച ഐറ്റമായിരുന്നു. ട്രൈ ചെയ്ത് നോക്കണേ. ബൈ. അപ്പോഴേ വീഡിയോ കണ്ടിട്ടേ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.